അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് തഫ്സീർ എന്ന പുസ്തകത്തിലെ 4-ാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മഅന തഫ്സീരി വ തഅ്വീൽ വൽ ഫർഖു ബൈനഹുമ. തഫ്സീർ അതുപോലെ തന്നെ തഅ്വീൽ വൽ ഫർഖു ബൈനഹുമ, അവ രണ്ടിനും ഇടയിലുള്ള വ്യത്യാസം, ഇതാണ് ഇന്ന് പറയുന്നത്. ആദ്യം നമുക്ക് തഫ്സീറിനെ കുറിച്ച് പറയാം. അത്തഫ്സീറു ഫിൽ ലുഗത്തി, തഫ്സീറിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണെന്ന് നോക്കാം. അത്തഫ്സീറു ഹുവ അൽ ഈലാഹു വ തബീൻ. തഫ്സീർ എന്ന് പറഞ്ഞാൽ ഈലാഹ്, തബീൻ എന്നൊക്കെ അർത്ഥം. ഈലാഹ് എന്നാണ് വിശദീകരിക്കുക, തബീൻ വ്യക്തമാക്കുക. ഇതൊക്കെയാണ് തഫ്സീർ എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം. വ മിൻഹു ഖൗലുഹു തആല ഫി സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ ഖൗല് വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജിഇനാക ബിൽ ഹഖ് വ അഹ്സന തഫ്സീറ. ആ ആയത്തിലൊരു തഫ്സീർ എന്ന പദം കാണാൻ കഴിയും. അതിനർത്ഥവും ഇവിടെ പറഞ്ഞതുപോലെ വിശദീകരിക്കുക, വ്യക്തമാക്കുക എന്ന ഭാഷാപരമായ അർത്ഥമാണ് അവിടെ ഉള്ളത്. വലാ യഅ്തൂനക ബിമസലിൻ, അവർ ഏതൊരു കള്ളത്തെളിവുകളും കൊണ്ടുവരൂല. തങ്ങൾ എതിർക്കുന്ന, തങ്ങൾ റസൂലാണെന്ന് അംഗീകരിക്കാത്ത ആളുകൾ, അവർ ഏതൊരു കള്ളമായിട്ടുള്ള തെളിവുകളുമായി വരൂല. ഇല്ലാ ജിഇനാക ബിൽ ഹഖ്, അതിനു മറുപടിയായി തങ്ങൾക്ക് യാഥാർത്ഥ്യമായതിനെ കൊണ്ടുവന്നിട്ടല്ലാതെ. വ അഹ്സന തഫ്സീറ, അതിലേറ്റവും നല്ല വിവരണവും നാം തങ്ങൾക്ക് നൽകിയിട്ടല്ലാതെ. ഈ ബയാനം വ തഫ്സീറ, തഫ്സീറ എന്ന് പറഞ്ഞാൽ ബയാനൻ വ തഫ്സീറ എന്നൊക്കെ അർത്ഥം. ഏറ്റവും നല്ല വിശദീകരണം തങ്ങൾക്ക് നാം നൽകിയിട്ടല്ലാതെ ഉണ്ടാവില്ല, നൽകുമെന്നർത്ഥം. അവർ ഏതൊരു കള്ളത്തെളിവ് കൊണ്ടുവന്നാലും ഏറ്റവും ഹക്കായതിനെ, യാഥാർത്ഥ്യമായതിനെ നാം തങ്ങൾക്ക് നൽകുകയും അതിന് യഥോചിതം നല്ല വിശദീകരണവും നാം തങ്ങൾക്ക് നൽകും. അവിടെ ഹസന തഫ്സീറ എന്നുള്ളത് ഭാഷാപരമായിട്ടുള്ള ആ ഈലാഹ് തബീൻ എന്ന അർത്ഥത്തിന് വേണ്ടി വന്നതാണ്. വഹുവ മഅഖൂദും മിനൽ ഫസ്ർ. ഈ തഫ്സീർ എന്നുള്ള പദം പിടിച്ചെടുക്കപ്പെട്ടത് മിനൽ ഫസ്ർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്, എന്ന മൂലപദത്തിൽ നിന്നാണ്. ഫസ്ർ എന്ന് പറഞ്ഞാൽ വഹുവ അൽ ഇബാനത്തു വൽ കഷ്ഫു, വെളിവാക്കുക, വ്യക്തമാക്കുക എന്നർത്ഥം. ഖാലഫിൽ കാമൂസ് എന്ന് പറയുന്ന ലുഗത്തിൻ്റെ ഒരു ഡിക്ഷണറി, മജിദുദ്ദീൻ അബൂ താഹിർ മുഹമ്മദ് ബിൻ യഅ്ഖൂബുൽ ഫൈറൂസാബാദിയുടെ ഒരു ഗ്രന്ഥമാണ് കാമൂസ്. ഈ കാമൂസിൽ കാണാം അൽ ഫസ്ർ എന്ന് പറഞ്ഞാൽ അൽ ഇബാനത്തു, വ്യക്തമാക്കുക എന്നാണ് ഇതിൻ്റെ ഭാഷാർത്ഥം. വ കഷ്ഫുൽ മുഗത്ത, മൂടി വെക്കപ്പെട്ടതിനെ തുറന്നു കാണിക്കുക. ഇതാണ് ഫസ്ർ എന്ന് പറഞ്ഞാൽ. തഫ്സീർ അങ്ങനെ തന്നെയാണല്ലോ, തഫ്സീറിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. വൽ ഫിഅലു കലറബ വ നസറ. ആ ഫസറ എന്ന് പറയുന്ന ഫസ്ർ എന്നതിൽ നിന്ന് പിടിച്ചെടുത്ത ഫിഅല് ലറബ് പോലെയും വായിക്കാം, നസറ പോലെയും വായിക്കാം. അതായത് ലറബ് പോലെ നമ്മൾ ലറബ യദ്രിബു എന്നാണല്ലോ. അപ്പോൾ ഫസറ യഫ്സിറു എന്നും ഫീലുണ്ട്. നസറ യൻസുർ പോലെ ഫസറ യഫ്സുറു എന്നും ഫീലുണ്ട്. ഇനി മറ്റൊരു ഡിക്ഷണറി നമുക്ക് അവലംബിക്കാം. ഖാല ഫി ലിസാനിൽ അറബ് അൽ അല്ലാമ ഇബ്നുൽ ഫളിൽ ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ മുക്കറം ഇബ്നുൽ മൻദൂർ അൽ ഇഫ്രീഖി അൽ മിസ്രി. അവരുടെ ഗ്രന്ഥമാണ് ലിസാനുൽ അറബ്, ഇബ്നു മൻദൂറിൻ്റെ ലിസാനുൽ അറബ്. ആ ലിസാനുൽ അറബിൽ കാണാം അൽ ഫസ്ർ എന്ന് പറഞ്ഞാൽ അൽ ബയാൻ എന്നർത്ഥം, വിശദീകരിക്കുക എന്നർത്ഥം. ഫസർ ഷൈഅ യഫ്സിറുഹു ബിൽ കസ്രി, കസ്ര കൊണ്ട് ഫസറ യഫ്സിറു എന്ന് വായിക്കാം. അല്ലെങ്കിൽ യഫ്സുറു ബിൽ ലമ്മ് കൊണ്ട് യഫ്സുറു എന്നും വായിക്കാം. അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഫസറ യഫ്സുറൻ മസ്ദർ വരുന്നത് ഫസ്റൻ എന്നാണ്. ഓ ഫസ്സറഹു, അതുപോലെ തന്നെ ഫസ്സറ എന്നും ഫീലുണ്ട്, ഫസറ എന്നും ഫീലുണ്ട്, ഓ ഫസ്സറ എന്നും ഫീലുണ്ട്. ഒക്കെ അർത്ഥം അബാന എന്നർത്ഥം, വ്യക്തമാക്കി വിശദീകരിച്ചു എന്നർത്ഥം. അപ്പോൾ തഫ്സീറു മിസ്ലുഹു, തഫ്സീറിനർത്ഥം ഇതേപോലെ തന്നെയാണ്, വ്യക്തമാക്കുക എന്നർത്ഥം. സുമ്മ ഖാല അൽ ഫസ്റു കഷ്ഫുൽ മുഗത്ത. ആ പദം വിശദീകരിച്ച് വീണ്ടും ഇബ്നുൽ മൻദൂർ പറയാണ്, ഫസ്ർ എന്ന് പറഞ്ഞാൽ കഷ്ഫുൽ മുഗത്ത, മൂടി വെക്കപ്പെട്ടതിനെ തുറന്നു കാണിക്കാൻ എന്നർത്ഥം. വ തഫ്സീറു അൽ മുറാദു അൻ ലഫ്ദിൽ മുഷ്കിൽ.
അതുപോലെ തന്നെ സംശയാസ്പദമായ പദത്തെ തൊട്ട് അതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശം മൂടിവെക്കപ്പെട്ടതാണല്ലോ, അതുകൊണ്ടാണ് സംശയാസ്പദമായ ലഫ്ളായത്. ആ യഥാർത്ഥ ഉദ്ദേശം വിശദീകരിക്കുക. ഇതൊക്കെയാണ് ഈ ഫസ്ർ എന്ന വാക്കിൻ്റെ നേരർത്ഥം. വഖാല അബൂ ഹയ്യാൻ ഫി അൽ ബഹറുൽ മുഹീത്ത്, ബഹറുൽ മുഹീത്ത് എന്ന തഫ്സീറിൽ അബൂ ഹയ്യാൻ എന്നവർ പറയാണ്, വയുത്ലഖു തഫ്സീറു അയ്ദൻ അല തഅരിയത്തി ലിൽ ഇംതിലാഖ്, തഅരിയത്ത് എന്ന അർത്ഥത്തിന് ഈ തഫ്സീർ ഉപയോഗിക്കാറുണ്ട്. തഅരിയത്ത് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ മേലെയുള്ള ആ ലഗേജും മറ്റുമൊക്കെ, ആ ലഗേജുകൾ കൊണ്ടുള്ള വലിയൊരു മൂടി ഉണ്ടാവും ഒട്ടകത്തിൻ്റെ ഒക്കെ മേലെ, അതൊക്കെ മാറ്റുക. എന്തിനു വേണ്ടി? ഇൻതിലാഖ്, നല്ല സുഗമമായ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഖാല സഅലബ് പറയാണ്, തഖൂലു ഫസർത്തുൽ ഫറസ എന്ന് പറയും. ഫസർത്തുൽ ഫറസ എന്ന് വെച്ചാൽ അറൈത്തുഹു എന്നർത്ഥം. അതിൻ്റെ മേലുള്ള ലഗേജ് കൊണ്ടുള്ള മൂടി ഒക്കെ ഇത് താഴ്ത്തിറക്കി വെച്ചു. എന്തിനു വേണ്ടി? ഇൻതിലാഖ് ഫി ഹസ്രിഹി, അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി, കുറച്ച് സ്പീഡിൽ നടക്കാൻ വേണ്ടി ഉണ്ടാവും. അവിടെ ഫസ്സറ എന്ന വാക്കിനകത്ത് ആ മൂടി, ആ ലഗേജുകൾ കൊണ്ടുള്ള മൂടി ഒഴിവാക്കുക എന്നർത്ഥം. ഒരു മൂടി തുറന്ന് കാണിക്കുക എന്നൊരു അർത്ഥം ഇവിടെ ഉണ്ട്. വഹു റാജിനുള്ളിൽ മാനിൽ കഷ്ഫ് കാണും. അപ്പോൾ ഈ ഫസ്സറ എന്നതിൻ്റെ അർത്ഥവും കഷ്ഫ് എന്നാണ് വരുന്നതെന്ന് അർത്ഥം. ഫസ്സറ എന്നതിന് താരിയത്ത് എന്ന അർത്ഥം കൊടുത്താലും ആ താരിയത്ത് എന്ന അർത്ഥവും അതിൻ്റെ മടക്കം, അതിനെ മറിച്ച് കഷ്ഫ് എന്നതിലേക്കാണ്, തുറന്ന് കാണിക്കുക എന്നർത്ഥം. എന്താ അങ്ങനെ വരാൻ കാരണം? താരിയത്തിൻ്റെ അർത്ഥം കഷ്ഫ് എന്ന് പറയാൻ കാരണം ഫക്കന്നഹു കശഫ ലഹറഹു ലിഹാദല്ലദി യുരീദുഹു മിൻഹു മിനൽ ജറി, കാരണം ഇവിടെ താരിയത്ത് ചെയ്യുമ്പോൾ ആ മൃഗത്തിൻ്റെ മുതുകിലുള്ള ആ മൂടികളൊക്കെ മാറ്റി, എന്താണ് നമ്മൾ മൃഗത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം മൃഗം നന്നായി സഞ്ചരിക്കണം എന്നാണല്ലോ, ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം എന്നാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി മൃഗത്തിൻ്റെ ആ മേലെയുള്ള മൂടികളൊക്കെ നീക്കം ചെയ്യാമെന്നുള്ള അർത്ഥം. ഇതേപോലെ തന്നെയാണ് ഒരു വാക്കിൻ്റെ തഫ്സീർ പറയുമ്പോൾ അങ്ങനെ തന്നെ ആ വാക്കിൽ വരുന്ന മൂടികളൊക്കെ ഒഴിവാക്കി എന്താണോ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം, ആ അർത്ഥം പറയാം. ഇതാണല്ലോ തഫ്സീർ വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പറയപ്പെട്ട ഭാഷാപരമായ ചർച്ചയിൽ നിന്ന് ഒമിൻ ഹാദ യതബയ്യനു, ഇതിൽ നമുക്ക് ബോധ്യപ്പെട്ടു അന്ന തഫ്സീറ യുസ്തഅമലു ലുഗത്തൻ ഫിൽ കഷ്ഫിൽ ഹിസ്സി, ഈ തഫ്സീർ എന്നത് ഹിസ്സിയായ പഞ്ചേന്ദ്രിയ ഗോചരമായിട്ടുള്ള കഷ്ഫ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കഷ്ഫ്, ഇങ്ങനെയുള്ള ഹിസ്സിയായ കഷ്ഫിനെ കുറിച്ച് എന്തു പറയാം, ലോകത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മൃഗത്തിൻ്റെ മേലെയുള്ള മൂടി വാക്കുന്നുള്ള ഹിസ്സിയായ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലുള്ള മറന്നു നീക്കലാണല്ലോ. അതേപോലെ തന്നെ ഒഫിൽ കഷ്ഫി അനിൽ മഴക്കൂല, അതുപോലെ തന്നെ എന്തിനെക്കുറിച്ചും പറയാറുണ്ട്, മഴക്കൂലായ ബൗദ്ധികമായിട്ടുള്ള ആശയങ്ങളിലുള്ള ആ ഒരു മറ നീക്കുക എന്നതിനും എന്തുപയോഗിക്കാറുണ്ട്, തഫ്സീർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. വസ്തിമാലു ഫി സാനി അക്സറു മിൻ ഇസ്തിമാലി ഫിൽ അവൽ, ഒന്നാമത്തെ അർത്ഥത്തിൽ ഈ തഫ്സീർ എന്ന വാക്ക് ഉപയോഗിക്കുക എന്നതിനേക്കാൾ കൂടുതലാണ് രണ്ടാമത്തെ അർത്ഥത്തിൽ ഉപയോഗിക്കൽ. അതായത് ബൗദ്ധികമായ ആശയങ്ങളിൽ വരുന്ന ആ മറകളൊക്കെ നീക്കി ആശയം ചെയ്യുക, ഉദ്ദേശം വ്യക്തമാക്കുക എന്നർത്ഥം. അതിനാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതിപ്പോൾ തഫ്സീറിൻ്റെ ഭാഷാർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി തഫ്സീറിനെ അതിൻ്റെ സാങ്കേതികമായ അർത്ഥം എന്താണെന്ന് നോക്കാം. ആ തഫ്സീർ ബിൽ ഇസ്തിലാഹ് യറാ ബഅദുൽ ഉലമാ, ചില ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നു അന്ന തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് ലൈസ മിനൽ ഉലൂമില്ലത്തി യുത്തക്കല്ലഫു ലഹ ഹദ്ദുൻ, അതിനൊരു ഹദ്ദ് എന്ന് പറഞ്ഞാൽ നിർവചനം, തഅരീഫ്, ഒരു കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു ഇൽമാണ് ഇൽമു തഫ്സീർ എന്നാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പോൾ അവരുടെ ആ അഭിപ്രായ പ്രകാരം തഫ്സീറിന് പ്രത്യേകമായൊരു തഅരീഫ്, നിർവചനം ഇസ്തിലാഹിൽ പറയാൻ സാധിക്കില്ല. കാരണം അവർ പറയുന്നതിൽ അന്നഹു ലൈസ ഖവായിദു, കാരണം ഈ തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ നിയമങ്ങളല്ല. ഔ മലക്കാത്തുൻ നാഷിയത്തുൻ മിൻ മുസാവലത്തുൽ ഖവായിദി, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ഈ ലോകളൊക്കെ പഠിക്കുമ്പോൾ, നിയമങ്ങളൊക്കെ അഭ്യസിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന പ്രത്യേകമായ കഴിവ്, അതുമല്ല ഈ തഫ്സീർ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. കഗൈരിഹി മിനൽ ഉലൂം, മറ്റുള്ള ഇൽമുകളെ പോലെ, അല്ലത്തി അംകനലഹ അൻ തശ്ബഹ അൽ ഉലൂമുൽ അഖ്ലിയ, ഈ ഫിലോസഫിക്കലായിട്ടുള്ള വിജ്ഞാനങ്ങളുണ്ടല്ലോ, അതിനോട് സാദൃശ്യമുള്ള മറ്റുള്ള വിജ്ഞാനങ്ങളെപ്പോലെ ഇന്നതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു ഇൽമാണ് ഇൽമു തഫ്സീർ. മറിച്ചോവ യുക്തഫാഫി ഈലാഹി തഫ്സീർ, പിന്നെ തഫ്സീർ എന്താണ് എന്ന് വിശദീകരിക്കാൻ അവിടെ മതിയാക്കും ബി അന്നഹു ബയാനു കലാമുല്ലാ എന്ന് പറഞ്ഞവിടെ മതിയാക്കുക ചെയ്യാം. അത് അള്ളാഹുവിൻ്റെ കലാമിനെ ബയാൻ ചെയ്യലാണ്, വിശദീകരിക്കലാണ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക ചെയ്യാം. അല്ലെങ്കിൽ ഔ അന്നഹു അൽ മുബയ്യിനു ലി അൽഫാദുൽ ഖുർആനി വ മഫ്ഹൂമാത്തിഹ,
ഖുർആനിൻ്റെ ലഫ്ളുകളെ പദങ്ങളെ വിശദീകരിക്കുക, അതിൻ്റെ ആശയങ്ങളെ വിശദീകരിക്കുക എന്ന് പറഞ്ഞ് നിർത്തുക ചെയ്യുക. അല്ലാതെ കൃത്യമായൊരു നിർവചനം തഫ്സീറിനെ പറയാറില്ല, പറയാൻ സാധിക്കാത്ത ഇൽമാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേസമയം വയറ ബഅദുൽ ആഖറു മിൻഹും, ഉലമാക്കളിൽപ്പെട്ട ചില പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അന്ന തഫ്സീറ മിൻ ഖബീലിൽ മസാഇൽ ജുസ്ഇയ്യ അവിൽ ഖവാഇദിൽ കുല്ലിയ, തഫ്സീർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതുവായതോ അല്ലെങ്കിൽ പ്രത്യേകമായതോ ആയ ഇത്തരം നിയമങ്ങൾ, മസ്അലകൾ, ആ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് ഇൽമു തഫ്സീറും. മറ്റുള്ള ഇൽമുകൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നിയമങ്ങളാണ്, ഭാഷാപരമായ ഒരുപാട് നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ഇൽമു നഹ്വ് എന്ന് പറഞ്ഞാൽ. എന്നതുപോലെ ഒരു നിയമസംഹിതകൾ തന്നെയാണ് ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാലും എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അല്ലെങ്കിൽ അവൽ മലക്കാത്തു നാശിയത്തു മിൻ മുസാവരത്തുൽ ഖവാഇദ്, അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ, ഇത്തരം കുല്ലിയായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇങ്ങനെ പരിശീലിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന പ്രത്യേകമായൊരു കഴിവ്, ഇതാണ് തഫ്സീർ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം. ഫയുത്തകല്ലഫു ലഹു തഅരീഫ്, അപ്പോൾ അതിന് ഒരു നിർവചനമൊക്കെ പറയാൻ എന്ത് ചെയ്യും പറ്റും. ഫയുദ്കറു ഫീ ദാലിക ഉലൂമൻ ഉഖ്റ യുഹ്താജു ഇലൈഹ ഫീ ഫഹ്മിൽ ഖുർആൻ. അങ്ങനെ നിർവചനം പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ഇൽമുകളുടെ പേരുമൊക്കെ അവിടെ ഉൾപ്പെടുത്തും. കാരണം ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ആവശ്യമായ ചില വിജ്ഞാനങ്ങളുണ്ട്. ആ വിജ്ഞാനങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ആ താരീഫിൽ പറയും. കല്ലുഗത്തി വസ്വറഫി വന്നഹവി വൽ ഖിറാഅത്തി വഗൈറു ദാലിക്. അതേതൊക്കെയാണ് ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഈ വിജ്ഞാനങ്ങൾ? ലൂഗത്തുണ്ട്, ഭാഷ, സൊറഫുണ്ട്, മോർഫോളജി, നെഹ്വുണ്ട്, അതിൻ്റെ ടെൻസുകളെക്കുറിച്ചൊക്കെയുള്ള പഠനം, വ്യാകരണങ്ങൾ, അതുപോലെ തന്നെ ഖിറാഅത്ത്, തജ്വീദിൻ്റെ ഇൽമുകളൊക്കെ, ഇങ്ങനെ തുടങ്ങി ധാരാളം ഇൽമുകളുണ്ട്. വൈദാ നഹ്നു തതബ്ബഅന അഖ്വാലൽ ഉലമാ അല്ലദീന തകല്ലഫു അൽ ഹദ്ദ് തഫ്സീർ. ഇങ്ങനെ തഫ്സീറിന് നിർവചനം പറയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഉലമാക്കളുടെ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ വജദ്നാഹും ഖദ് അറഫുഹു ബി തആരിഫ കസീറ, അവർ ധാരാളം നിർവചനങ്ങൾ തഫ്സീറിന് വേണ്ടി നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത ഉലമാക്കൾ വ്യത്യസ്ത തഫ്സീറുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യുംകിനു ഇർജാഉഹാ കുല്ലുഹാ ഇലാ വാഹിദി മിൻഹാ, ആ എല്ലാ വിശദീകരണത്തെയും എല്ലാ നിർവചനത്തെയും ഒറ്റ നിർവചനമായിട്ട് ഒരു നിർവചനത്തിലേക്ക് നമുക്ക് ചുരുക്കാൻ സാധിക്കും. എല്ലാ വിശദീകരണവും അത് വിശകലനം ചെയ്യുമ്പോൾ എല്ലാവരുടെയും വിശകലനം ഒന്ന് തന്നെയാണ്, എല്ലാവരുടെയും നിർവചനം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫഹിയ വൈൻ കാനത്ത് മുഖ്തലിഫത്തൻ മിൻ ജിഹത്തിൽ ലഫ്ദ്, ഓരോ ഉലമാക്കളും പറഞ്ഞ നിർവചനത്തിൻ്റെ പദങ്ങൾ വ്യത്യാസമാണെങ്കിലും ഇല്ല അന്നഹ മുത്തഹിദത്തുൻ മിൻ ജിഹത്തിൽ മാന വമാ തഹ്ദിഫു ഇലൈഹി, എല്ലാ നിർവചനങ്ങളുടെയും ആശയവും ഒന്നാണ്, ആ ഓരോ നിർവചനവും ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യവും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഓരോ നിർവചനം നോക്കാം. ഒന്നാമത് ഫഖദ് അറഫഹു അബൂ ഹയ്യാൻ ഫിൽ ബഹറിൽ മുഹീത്ത്. ബഹറുൽ മുഹീത്ത് എന്ന തഫ്സീറിൽ അബൂ ഹയ്യാൻ എന്ന പണ്ഡിതൻ ഈ തഫ്സീറിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ബി അന്നഹു ഇൽമുൻ, ഈ തഫ്സീർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൽമാണ്. യബ്ഹസു അൻ കൈഫിയത്തിൻ നുതുഖ് ബി അൽഫാദിൽ ഖുർആൻ, ഖുർആനിൻ്റെ പദങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇൽമാണ്. വ മദ്ലൂലാത്തിഹ, ഖുർആനിൻ്റെ ആ പദങ്ങളുടെ ആശയങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യുന്ന ഇൽമാണ്. വ അഹ്കാമിൽ ഇഫ്രാദിയ വ തർക്കീബിയ, അതുപോലെ തന്നെ ആ ഖുർആനിലെ ഓരോ പദങ്ങളുമായി ബന്ധപ്പെട്ട ഇഫ്രാദിയ, ഓരോ പദങ്ങളെയും സെപ്പറേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ തെർക്കിബിയ, അതൊരു സെൻറ്റൻസായി മാറുമ്പോൾ അതിലുണ്ടായിത്തീരുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇൽമാണ്. അപ്പോൾ മാനിഹ അല്ലതി തുഹ്മലു അലിഹ ഹാലത്ത് തെർക്കീബ്, അങ്ങനെ ഒരു സെൻറ്റൻസായി വരുമ്പോൾ അതിന് നമ്മൾ ചുമത്തപ്പെടുന്ന ആശയം, അർത്ഥം എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇൽമാണ്. അപ്പോൾ തത്തിമ്മാത്തുല്ലി ദാലിക്ക്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇൽമാണ്. ഇങ്ങനെ തുടങ്ങി ഖുർആനിൻ്റെ പദങ്ങൾ അതെങ്ങനെ ഉച്ചരിക്കണം, അതിൻ്റെ ഒറ്റയായ പദങ്ങളുടെ അർത്ഥം എന്താണ്, അത് സെൻറ്റൻസായി വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വ്യാകരണം എന്താണ്, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള അനുബന്ധ കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഇൽമാണ് ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്ന് അബൂ ഹയ്യാൻ എന്നവർ വിശദീകരണം ഒരു നിർവചനം നൽകി. ഞാൻ നിർവചനത്തെ വീണ്ടും അവർ ഇഴകീറി ചർച്ച ചെയ്യുകയാണ്. സുമ്മ ഖറജ താരീഫ്, ആ താരീഫിനെ വീണ്ടും ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഫഖാല, എന്നിട്ട് അബൂ ഹയ്യാൻ എന്നവർ പറയാണ് ഫഖൗലുനാ ഇൽമുൻ,
ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൽമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ വാക്ക് ഹുവ ജിൻസുൻ, ഈ ഇൽമി എന്ന വാക്ക് ജിൻസുൻ യഷ്മലു സായിറുൽ ഉലൂം, എല്ലാ വിജ്ഞാനങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു വാക്കാണ് ഇൽമ്. ഓക്കെ, അപ്പോൾ അതൊരു ജിൻസാണ്. ഇനി അതിൽ നിന്ന് തഫ്സീറിനെ മാത്രം വിശദീകരിക്കുന്ന പദങ്ങളാണ് വാക്കുകളൊക്കെ. വഖൗലുന യുബ്ഹത്തു ഫീ അൻ കൈഫിയത്തുൻ നുത്ഖ് ബി അൽഫാദുൽ ഖുർആൻ, നമ്മൾ പറഞ്ഞു തരീഫിൽ യുബ്ഹത്തു ഫീ, ആ ഇൽമിൽ ചർച്ച ചെയ്യപ്പെടുന്നു, അൻ കൈഫിയത്തിൻ നുത്ഖ് ബി അൽഫാദുൽ ഖുർആൻ എന്ന് പറഞ്ഞല്ലോ, ആ പദം ഹാദാ ഹുവ ഇൽമുൽ ഖിറാഅത്ത്, അത് ഇൽമുൽ ഖിറാഅത്തിനെ തജ്വീദുമായി ബന്ധപ്പെട്ടതിനെ സൂചിപ്പിക്കുന്ന വാക്കാണത്. അതുപോലെ തന്നെ വഖൗലുന വ മദ്ലൂലാത്തിഹ, ഖുർആൻ്റെ മദ്ലൂലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഇൽമു എന്ന് പറഞ്ഞിരുന്നു. ഈ മദ്ലൂലാത്ത് കൊണ്ട് ഉദ്ദേശം ഐ മദ്ലൂലാത്ത് തിൽക്കൽ അൽഫാദ്, ആ പദങ്ങളുടെ അർത്ഥങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹാദ ഹുവ ഇൽമുൽ ലുഗ, ഇതാണ് ഇൽമുൽ ലുഗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദീ യുഹ്താജു ഇലൈഹി ഫി ഹാദൽ ഇൽമ്, ആ ഇൽമുൽ ലുഗത്തിലേക്ക് ആവശ്യമാണ് ഈ ഇൽമു തഫ്സീർ മനസ്സിലാക്കാൻ. വ ഖൗലുന വ അഹ്കാമിൽ ഇഫ്രാദിയ വ തർക്കീബിയ, അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആ പദങ്ങളുടെ ഇഫ്രാദിയും തർക്കീബിയുമായ അഹ്കാമുകളെക്കുറിച്ചുമുള്ള പഠനമെന്ന് പറഞ്ഞിരുന്നു. ഹാദാ യഷ്മലു ഇൽമു തസ്രീഫ്, അത് ഇൽമു തസ്രീഫിനെ ഉൾക്കൊള്ളുന്നു. കാരണം ഓരോ പദവും ആ പദം എങ്ങനെ ഉണ്ടായി, ഏത് അസ്ലിൽ നിന്നുണ്ടായി തീർന്നതാണ് എന്നൊക്കെ പഠിക്കുന്ന ഇൽമാണല്ലോ ഇൽമു തസ്രീഫ്. അതുപോലെ തന്നെ ഇൽമുൽ ഇറാബ്, അത് തർക്കീബായിട്ട് വരുമ്പോൾ, സെൻറ്റൻസ് ആയിട്ട് വരുമ്പോൾ നഹവി ആയിട്ടുള്ള അതിൻ്റെ ആ ഓരോ പദങ്ങളുടെയും അവസാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതാണ് ഇറാബ്. അതുപോലെ തന്നെ ഇൽമുൽ ബയാൻ, ആ സെൻറ്റൻസിൽ വരുന്ന തശ്ബീഹുകൾ, കിനായത്തുകളെ കുറിച്ചുള്ള പഠനങ്ങൾ. ഇൽമുൽ ബദിയ്, അതിൻ്റെ സൗകുമാര്യതയെക്കുറിച്ച്, മഅനവിയും ലഫ്ളിയുമായിട്ടുള്ള ഭംഗിയെക്കുറിച്ചുള്ള ഇൽമ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ് അഹ്കാമുൽ ഇഫ്രാദിയ വ തർക്കീബിയ എന്നുള്ളത്. അതുപോലെ തന്നെ വ ഖൗലുന വ മആനീഹല്ലത്തി തുഹ്മലു അലൈഹ ഹാലത്ത് തർക്കീബ്, ഒരു സെൻറ്റൻസായി വരുമ്പോൾ അതിന് ചുമത്തപ്പെടുന്ന അർത്ഥത്തെക്കുറിച്ചും പഠിക്കുന്ന ഇൽമു എന്ന് പറഞ്ഞു. ഈ വാക്ക് യഷ്മലു മാ ദലാലത്തുഹു അലൈഹി ബിൽ ഹഖീഖ, ഇത് ആ സെൻറ്റൻസിൻ്റെ ഹഖീഖിയായ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ വമാ ദലാലത്തുഹു അലൈഹി ബിൽ മജാസ്, ആ പദത്തിൻ്റെ മജാസിയായ ആലങ്കാരികമായ അർത്ഥം എന്നാണ് ആ സെൻറ്റൻസിൻ്റെ, അതിനെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ നേരെ അർത്ഥം ഉണ്ടാവും, അതിലുദ്ദേശിക്കപ്പെടുന്ന അതിൻ്റെ മജാസായിട്ടുള്ള അർത്ഥവും ഉണ്ടാവും. ഇതൊക്കെ ഉൾക്കൊള്ളിക്കുന്ന വാക്കാണത്. കാരണം ഫൈന തർക്കീബ, കാരണം ഒരു തർക്കീബ്, ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഖദ് യഖ്തദി ബി ളാഹിരിഹി ഷൈഅൻ, അത് ചിലപ്പോൾ അതിൻ്റെ ആ പദത്തിൻ്റെ നേരെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായ ഒരു അർത്ഥത്തെ തേടും. പക്ഷേ വയസുദ്ദു അനിൽ ഹംദി അല ളാഹിരി സ്വാദുൻ, അതിൻ്റെ ആ ളാഹിറായ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം കൽപ്പിക്കുന്നതിനെ തൊട്ട് തടയുന്ന വല്ല സാഹചര്യ തെളിവുകളോ മറ്റോ ഉണ്ടാവുകയും ചെയ്യും. ഫയഹ്താജു ലി അജ്ലി ദാലിക അയ്യുഹ്മല അല ഗൈരി ളാഹിരി, അപ്പോൾ ളാഹിറല്ലാത്ത മറ്റൊരു അർത്ഥത്തിന് മേൽ അതിനെ ചുമത്തേണ്ടി വരും. വഹുൽ മജാസു, അതിനാണ് മജാസ് എന്ന് പറയാം. ഇപ്പോൾ അല്ലാഹു അലൽ അർശിസ്തവ, അല്ലാഹു തആല അർശിൻ്റെ മേലിൽ ഇരുന്നു എന്നൊക്കെ വാക്കിൻ്റെ നേരെ അർത്ഥം വരും. പക്ഷേ അത് വെക്കാൻ പറ്റില്ല, കാരണം അള്ളാഹുവിന് ഇരിക്കുക നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ അർത്ഥത്തോടെ വെക്കാൻ പറ്റില്ല, മറ്റൊരു അർത്ഥത്തിലേക്ക് മാറ്റേണ്ടി വരും. ഇതിനാണ് മജാസിൻ്റെ അർത്ഥം എന്ന് പറയാം. ഖൗലുന വത്തത്തിമ്മാത്തുൽ ദാലിക്, അതുപോലെ തന്നെ ആ നിർവചനത്തിൽ വത്തത്തിമ്മാത്തുൽ ദാലിക്, അതിൻ്റെ അനുബന്ധ ചർച്ചകളും എന്ന് പറഞ്ഞിരുന്നല്ലോ. ഹുവ മാരിഫത്തുൻ നസ്ഖി വ സബബു നുസുൽ, എന്താണ് ആ അനുബന്ധ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അത് നസ്ഖിനെ കുറിച്ചുള്ള പഠനമാണ്. ഖുർആനിൽ വന്ന ഭേദഗതികൾ, വ സബബു നുസുൽ, ഓരോ ആയത്ത് ഇറങ്ങുമ്പോഴുള്ള പശ്ചാത്തലങ്ങൾ, വഖിസ്സത്തുൻ തൂദിഹു ബഅദ മംബഹമ ഫിൽ ഖുർആൻ, അതുപോലെ തന്നെ ഖുർആനിൽ ഒളിഞ്ഞു കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ആശയങ്ങൾ അത് വിശദീകരിക്കുന്ന ചില ഖിസ്സകൾ, കഥകൾ, വനഹ്വി ദാലിക്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച വരും. സർക്കശിയും, ഇനി സർക്കശി ഇമാമിൻ്റെ താരീഫ്, നേരത്തെ പറഞ്ഞത് അബൂ ഹയ്യാൻ എന്നവരുടെ തഫ്സീറാണ്. ഇനി സർക്കശി ഇമാം നൽകുന്ന നിർവചനം ബിഅന്നഹു ഇൽമുൻ യുഫ്ഹമു ബിഹി കിതാബുല്ലാഹിൽ മുനസ്സലു അലാ നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബയാനു മആനിഹി. ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൽമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കുന്ന ഇൽമ്. വസ്തിഖ്റാജു അഹ്കാമിഹി വഹിക്കമിഹി, അതുപോലെ തന്നെ ഖുർആനിലെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ,
ഖുർആനിൻ്റെ തത്വജ്ഞാനങ്ങൾ, ഹിക്കമുകൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഇൽമാണ് ഇൽമു തഫ്സീർ എന്നാണ് സർക്കശി ഇമാമിൻ്റെ നിർവചനം. വഅറഫഹു ബഅദുഹും, മറ്റൊരു പണ്ഡിതൻ്റെ നിർവചനം ബി അന്നഹു ഇൽമുൻ യുബഹസു ഫീഹി അൻ അഹ്വാലിൽ ഖുർആനിൽ മജീദ്, ഖുർആനിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുക. എങ്ങനെ? മിൻഹൈതു ദലാലത്തുഹു അലാ മുറാദില്ലാഹി തആല, ആ ഖുർആൻ ഇത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ് ഇതുകൊണ്ട് എന്ന രൂപത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന പഠനം. എങ്ങനെ? ബി ഖദ്രി ത്വാഖത്തിൽ ബശരിയ്യ, മനുഷ്യ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ ഈ ഖുർആൻ്റെ ഈ പദങ്ങൾ കൊണ്ട്, ഈ സെൻറ്റൻസുകൾ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളിലേക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന ആ ആശയങ്ങൾ മനുഷ്യ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പഠിക്കുക. ഇതിനാണ് ഇൽമു തഫ്സീർ എന്ന് പറയാം. വനാദിറുലി അവലി വഹലത്തിൻ ഫി ഹാദൈന തഅരീഫൈനി, അവസാനം പറഞ്ഞ ഈ രണ്ട് നിർവചനം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ, ഏത് രണ്ട് നിർവചനം? സർക്കശി ഇമാമിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ്റെയും നിർവചനം, അത് ഇൽമുൻ യുഫ്ഹമു ബിഹി കിതാബുല്ലാഹിൽ മുനസ്സലു അലാ നബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബയാനു മആനിഹി എന്ന നിർവചനം കേൾക്കുമ്പോഴൊക്കെ ഖുർആൻ്റെ ആശയം മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. അതാ പറയുന്നത് വന്നാദിറുലി അവലി വഹലത്തിൻ ഫി ഹാദൈന തഅരീഫൈനിൽ അഖീറൈൻ, അവസാനം പറഞ്ഞ ഈ രണ്ട് നിർവചനത്തിലേക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന ഒരാൾ യദുന്നു, അയാൾക്ക് വിചാരിക്കും അന്ന ഇൽമുൽ ഖിറാഅത്തി വ ഇൽമുർ റസ്മ്, ഈ ഖുർആൻ്റെ ആശയത്തിന് പുറമെ ഇതെങ്ങനെ വായിക്കണം തജ്വീദുമായി ബന്ധപ്പെട്ടതോ, അതുപോലെ തന്നെ ഇൽമുർ റസ്മ് ഖുർആൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട എങ്ങനെ എഴുതണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ലാ യദ്ഖുലാന ഫി ഇൽമു തഫ്സീർ, ഇൽമു തഫ്സീറിൽ പ്രവേശിക്കൂല, അത് ഇൽമു തഫ്സീറിൻ്റെ ഭാഗമാവുകയില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ചിലപ്പം തോന്നിപ്പോകും. എന്നാൽ വൽ ഹഖു അന്നഹുമാ ദാഖിലാനി ഫീഹി, ഈ പറയപ്പെട്ട ഇൽമുൽ ഖിറാഅത്തും ഇൽമുർ റസ്മും ഒക്കെ ഇൽമു തഫ്സീറിൽ പെട്ടതാണ്. എന്ത് കാരണം? വദാലിക, അത് കാരണം ലിഅന്നൽ മഅന യഖ്തലിഫു ബിഖ്തിലാഫിൽ ഖിറാഅത്തൈനി, കാരണം ഖുർആൻ്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ അത് എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, അതുപോലും അതൊക്കെയും കൂടി മനസ്സിലാക്കിയാലേ ആശയം ശരിക്കും മനസ്സിലാവുള്ളൂ. ലിഅന്നൽ മഅന, കാരണം അർത്ഥം എന്ന് പറയുന്നത് യഖ്തലിഫു, അത് വ്യത്യാസപ്പെടും, ബിഖ്തിലാഫിൽ ഖിറാഅത്തൈനി അവിൽ ഖിറാഅത്ത്, രണ്ട് ഖിറാഅത്ത് അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഖിറാഅത്ത് വരുമ്പോൾ ആ ഖിറാഅത്തുകൾക്ക് അനുസരിച്ച് അർത്ഥം വ്യത്യാസപ്പെടും. ഒരു ഉദാഹരണം പറയാം. ഖിറാഅത്ത് വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ, സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞു. വഇദാ റഅയ്ത, ഓ നബിയെ തങ്ങൾ കണ്ടാൽ, കാഴ്ച തങ്ങളിൽ നിന്നുണ്ടാവുകയാണോ, സ്വർഗത്തിൽ തങ്ങൾ കാണുകയാണെങ്കിൽ, തമ്മ റഅയ്ത അവിടെ കാണാൻ കഴിയും, നഈമൻ വലിയ അനുഗ്രഹങ്ങളെയും, വമുൽകൻ കബീറ വലിയ അധികാരവും നിങ്ങൾക്ക് കാണാൻ കഴിയും, വലിയ അധികാരം. ഇവിടെ മുൽക്കൻ കബീറ എന്നും മലിക്കൻ കബീറ എന്നും രണ്ട് ഖിറാഅത്തുകളുണ്ട്. മലിക്കൻ കബീറ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ കാണാൻ കഴിയും എന്നാണ് അർത്ഥം. മുൽക്കൻ കബീറ എന്ന് പറഞ്ഞാൽ വലിയ അധികാരം. ആ അധികാരം എന്താണ്, അതിൻ്റെ വിശദീകരണങ്ങൾ ധാരാളമുണ്ട്. ഏതാവട്ടെ, ആ മുൽക്കൻ എന്ന് പറഞ്ഞാലും മലിക്കൻ എന്ന് പറഞ്ഞാലും രണ്ട് ഖിറാഅത്തിനനുസരിച്ച് അർത്ഥം മാറുന്നുണ്ട്. അപ്പോൾ ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ആശയം മനസ്സിലാക്കണമെങ്കിൽ എന്നുകൂടി മനസ്സിലാക്കണം, എങ്ങനെയാണ് ഓതേണ്ടത്, അതിൻ്റെ തജ്വീദ് അടക്കം മനസ്സിലാക്കണമെന്നർത്ഥം, ഇൽമുൽ ഖിറാഅത്ത് പഠിക്കണമെന്നർത്ഥം. മറ്റൊരു ഉദാഹരണം, വക്കി ഖിറാഅത്തി ഹത്താ യത്തുഹുർന വലാ തഖ്റബൂഹുന്ന, നിങ്ങൾ ഭാര്യമാരെ സമീപിക്കരുത്, ഹത്താ യത്തുഹുർന, അവിടെ ഹത്താ യത്തുഹുർന എന്ന് ബിത്തസ്കീന് സുക്കൂന് ചെയ്തുകൊണ്ട് യത്തുഹുർന എന്നും ഖിറാഅത്തുണ്ട്, പിന്നെ യത്തഹർന എന്നും ഖിറാഅത്തുണ്ട്. യത്തുഹുർന എന്ന് പറയുമ്പോൾ ഫൈന മഅനാഹ മുഗായറത്തുൻ ലി ഖിറാഅത്തി മൻ ഖറഅ യത്തഹർന, യത്തുഹുർന എന്ന ഖിറാഅത്തിൻ്റെ അർത്ഥം യത്തഹർന എന്ന് ബിത്തശ്ദീദ് ശബ്ദ് കൊണ്ട് വായിക്കുന്ന ഖിറാഅത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് വിഭിന്നമാണ്. ഇപ്പോൾ ഹത്താ യത്തുഹുർന എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധിയാകുന്നത് വരെ, അതായത് ഭാര്യമാരെ നിങ്ങൾ ജിമാഅ് ചെയ്യരുത്, ഹത്താ യത്തുഹുർന അവരുടെ ഹൈദ് അവസാനിക്കുന്നത് വരെ എന്നർത്ഥം, യത്തുഹുർന എന്ന് വായിക്കുകയാണെങ്കിൽ. അപ്പോൾ ഹൈദ് നിന്ന് പിന്നെ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, അവരെ ബന്ധപ്പെടാം, കുഴപ്പമില്ല എന്നാണിപ്പോൾ അതിൻ്റെ ആശയം വരാം. അതേ സമയത്ത് ഹത്താ യത്തഹർന എന്ന് ഓതാണെങ്കിൽ അവരെ ഹൈദ് മുറിയുകയും അതിന് ശേഷം രക്തം മുറിഞ്ഞതിന് ശേഷം അവർ കുളിച്ച് ഫ്രഷാവുകയും ചെയ്തതിന് ശേഷമേ ബന്ധപ്പെടാവൂ എന്ന അർത്ഥമാണ് യത്തഹർന എന്നതിന് വരാം കേട്ടോ. അപ്പോൾ അർത്ഥം വ്യത്യാസമാണ്. ഓത്തിനനുസരിച്ച് ഖിറാഅത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് അർത്ഥം മാറുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥം ലഭിക്കണമെങ്കിൽ ഖിറാഅത്തും പഠിക്കണം എന്നർത്ഥം. ഏതുപോലെ കമാ അന്നൽ മഅന യഖ്തലിഫു അയ്ദൻ ബിഖ്തിലാഫി റസ്മിൽ ഖുർആനി, അർത്ഥം വ്യത്യാസപ്പെടും പോലെ ബിഖ്തിലാഫി റസ്മിൽ ഖുർആനി, ഖുർആനിലെ
എഴുത്ത് ഫിൽ മുസ്ഹഫിലെ എഴുത്തുണ്ടല്ലോ, എഴുത്ത് എങ്ങനെയാണ് എഴുതേണ്ടത്, ആ എഴുത്തിൻ്റെ രീതി അനുസരിച്ച് പോലും അർത്ഥം വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ അതും പഠിക്കണം എന്നർത്ഥം ഖുർആൻ്റെ ആശയം മനസ്സിലാക്കാൻ. ഉദാഹരണം മസലൻ ഖൗലുഹു തആല, അള്ളാഹിൻ്റെ കൗല്, അമ്മൻ യംശി സവിയ്യൻ, അറബി വസ്ലി അമ്മൻ, എന്നതിനെയും മൻ എന്നതിനെയും കൂട്ടി എഴുതിക്കാണ് അമ്മൻ എന്ന് കൂട്ടി എഴുതി. ഈ കൂട്ടി എഴുതുന്ന അമ്മൻ എന്നുള്ളതും അതുപോലെ തന്നെ മൻ യകൂനു അലൈഹിം വക്കീല, അവിടെ മൻ, അമ്മും മന്നും വേറെ വേറെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഫസല് ചെയ്ത് വേർതിരിച്ച് എഴുതുന്നതും രണ്ടും തമ്മിൽ അർത്ഥം വ്യത്യാസമുണ്ട്. ഫൈനൽ മഫ്സൂലത്ത, കാരണം മഫ്സൂലായിട്ട് എഴുതുമ്പോൾ പിരിച്ച് എഴുതുമ്പോൾ അമ്മു വേറെയും മന്ന് വേറെയുമായിട്ട് പിരിച്ച് എഴുതുമ്പോൾ തുഫീദു മന ബൽ, ഒരു ലാക്കിൻ എന്നൊരർത്ഥം ആ എന്നതിനുണ്ട്. ദൂനൽ മൗസൂലായിട്ട് ഒന്നിച്ചെഴുതുമ്പോൾ ആ അമ്മൻ എന്നതിൽ അല്ല എന്നതിന് ആ ബൽ എന്നതിൻ്റെ അർത്ഥം ഇല്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്, എഴുത്തിൻ്റെ ശൈലി അനുസരിച്ച് വരെ അർത്ഥം മാറുന്നുണ്ട്. അപ്പോൾ ഖുർആൻ്റെ ആശയം മനസ്സിലാക്കാൻ ഉതകുന്ന ഇൽമു എന്ന് പറയുമ്പോൾ അതിൽ ആശയം മാത്രം പഠിച്ചാൽ പോരാ, എങ്ങനെയാണ് ഓതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, അതടക്കം പഠിക്കണം. അതടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം അതും കൂടി അറിഞ്ഞാലേ ഖുർആൻ്റെ ആശയം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഇൽമാണ് ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവസാനത്തെ നിർവചനത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഈ റസ്മുമായി ബന്ധപ്പെട്ടതോ ഖിറാത്തുമായി ബന്ധപ്പെട്ടതോ ചർച്ച തഫ്സീറിൻ്റെ ഭാഗമല്ല എന്ന് തോന്നിപ്പോയേക്കാം. പക്ഷേ ശരിയല്ല, അതും ഇൽമു തഫ്സീറിൽപ്പെട്ടതാണെന്ന് അർത്ഥം. ഇനി അറഫു ബഅദുഹും, ചിലർ ഖുർആൻ്റെ നിർവചനം പറഞ്ഞത് എങ്ങനെയാണ്, ബി അന്നഹു ഇൽമു നുസൂലിൽ ആയാത്ത്, ഓരോ ആയത്തുകളും ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച, അതേത് സന്ദർഭത്തിൽ ഇറങ്ങി, ഊനിഹ അതിൻ്റെ അവസ്ഥകൾ, അഖാസീസിയ ആ ആയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കിസ്സകൾ, ചരിത്രങ്ങൾ, അസ്ബാബിൻ നാസിലത്തി ഫീഹ ഏത് സന്ദർഭത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്, ആ സന്ദർഭങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഇൽമ്. അതുപോലെ തന്നെ സുമ്മ തർത്തീബി മക്കീഹ വ മദനീഹ, അതിൽ മക്കയിൽ ഏതൊക്കെ ആയത്തുകൾ ഇറങ്ങി, മദീനയിൽ വെച്ച് ഏതൊക്കെ ആയത്ത് ഇറങ്ങി, വ മുഹക്കമിഹ വ മുതശാബഹിഹ, അതിലെ ആശയം വ്യക്തമായ ആയത്ത് ഏത്, ആശയങ്ങൾ അവ്യക്തമായ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട ആയത്തുകൾ ഏത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കലും. അതുപോലെ തന്നെ നാസിഹിഹ വ മൻസൂഹിഹ, ഖുർആനിൽ നസ്ഖ് വന്ന ഭേദഗതികൾ വന്ന ആയത്ത്, ഭേദഗതി ചെയ്യപ്പെട്ട ആയത്തുകൾ ഏതൊക്കെ, വ ഖാസിഹ വ ആമിഹ പൊതുവായി പറഞ്ഞ ആയത്തുകൾ ഏതൊക്കെ, പ്രത്യേകമാക്കുന്ന ആയത്തുകൾ ഏതൊക്കെ, വ മുത്ലഖുഹ വ മുഖയ്യിദിഹ അതുപോലെ തന്നെ നിരുപാധികം വിധികൾ പറഞ്ഞ ആയത്തുകൾ ഏത്, ഉപാധികളോട് കൂടെ സ്വാഭാവികം വിധികൾ പറഞ്ഞ ആയത്തുകൾ ഏത്, വ മുജ്മലിഹ വ മുഫസ്സിരിഹ വിശദീകരണം ആവശ്യമുള്ള തഫ്സീർ, അതാണ് മുജ്മല്. മുഫസ്സിർ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞ ആയത്തുകൾ. വ ഹലാലിഹ വ ഹറാമിഹ ഖുർആനിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, അത് ഹറാമാക്കിയ കാര്യങ്ങൾ. വ വാദിഹ വ വഈദിഹ ഖുർആൻ നൽകിയ വാഗ്ദാനങ്ങളും താക്കീതുകളും. വ അംരിഹ വ നഹിഹ ഖുർആൻ്റെ കൽപ്പനകളും വിരോധനകളും. വ ഇബരിഹ വ അംസാലിഹ ഖുർആനിലെ ഗുണപാഠങ്ങളും അംസാൽ ഉപമകൾ. ഇങ്ങനെ തുടങ്ങി ഇതെല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്ന ഇൽമാണ് ഇൽമു തഫ്സീർ എന്നാണ് മറ്റൊരു നിർവചനം. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയും ഇൽമു തഫ്സീർ എന്നാണ് ഖുർആൻ്റെ ആശയം മനസ്സിലാക്കാൻ അർത്ഥം. ആശയത്തിൽപ്പെട്ടതാണല്ലോ ഈ പറഞ്ഞപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹാദി താരീഫിൽ അർബഅത്തു, 4 നിർവചനം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹയ്യാൻ എന്നവരുടെ നിർവചനം പറഞ്ഞു. അതുപോലെ തന്നെ സർക്കശിയുടെ നിർവചനം പറഞ്ഞു. മറ്റ് 2 നിർവചനങ്ങൾ പറഞ്ഞു. ഈ എല്ലാ നിർവചനവും തത്തഫിഖു കുല്ലുഹ അല അന്ന ഇൽമു തഫ്സീർ ഇൽമുൻ, ഇതെല്ലാം ഏകദേശം ഒന്നാണ്. ഏത് വിഷയത്തിൽ എല്ലാം സമ്മതിക്കുന്നു. ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ ഇൽമുൻ, അതൊരു ഇൽമാണ്. യുബ്ഹത്തു അൻ മുറാദില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഇൽമാണ് ഇൽമു തഫ്സീർ. ബി ഖദ്രി ത്വാഖത്തുൽ ബശരിയ, മനുഷ്യ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്. നേരത്തെ പറഞ്ഞ മുജ്മലും മുഫസ്സിറും നാസിഖ് മൻസൂഖ് സബബ് നുസൂൽ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇവിടെ എന്താണ് എന്ന് വിശദീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ്. ഫഹുവ ഷാമിലുല്ലി കുല്യമായ തവഖഫു അലൈഹി ഫഹ്മുൽ മഅന വ ബയാനുൽ മുറാദ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ആശയം മനസ്സിലാക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാനമാണ് ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്ന് ചുരുക്കം.